അമേരിക്കൻ ഫോമർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പെൻസിൽവാനിയയിലെ ഒരു പ്രസംഗത്തിനിടെ വെടിവെച്ച് ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ചെവിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഭാഗ്യവശാൽ സീരിയസ് ആയിട്ട് വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടല്ല, മുമ്പും സംഭവിച്ചിട്ടുണ്ട്. 43 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1981 അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരെയും കൂടി ജോൺ ഹിംഗ്ലി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ വെടിവെക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലോറാമയിലെ വാഷിംഗ്ടൺ DC-യിലെ ഒരു ഹോട്ടലിൽ നിന്ന് തന്റെ കാറിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ് റൊണാൾഡ് റീഗനെ വെടിവെച്ചത്. വെടിവെച്ച ഉടനടി US-ലെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ പ്രസിഡന്റിനെ വളഞ്ഞുമൂടി സേഫ് ആക്കി കാറിൽ കയറ്റി വിട്ടു. മാർട്ടിൻ സ്കോർസിയുടെ ദി ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിലെ നായികയായ ജോഡി ഫോസ്റ്ററിനോട് മെന്റലി ഒബ്സസ്ഡ് ആയിട്ട് അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റിനെ ഷൂട്ട് ചെയ്തത് എന്നാണ് ഇതിന്റെ കാരണമായിട്ട് പ്രതിയായിട്ടുള്ള ജോൺ ഹിംഗ്ലി പറഞ്ഞത്. പിന്നീട് ഒരു ഭ്രാന്തൻ എന്ന പേരിൽ ഇയാളെ കോടതി വെറുതെ വിടുകയും ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു.